ഒരു നാട് മുഴുവൻ അർജുന്റെ ജീവന് വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയിലാണ് കോഴിക്കോട്ടെ അർജുന്റെ കുടുംബം. ഒരു ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് അവർ ഓരോരുത്തരും. ഏതാണ്ട് 1200 കിലോമീറ്ററിലധികം ദൂരമുണ്ട് കർണാടകയിലെ ശിരൂരും കോഴിക്കോടും തമ്മിൽ. കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുനന്റെ വീട്ടിലിരുന്ന് ഈ ദൂരമത്രയും മനസ്സുകൊണ്ട് ഓരോ നിമിഷവും താണ്ടുന്നുണ്ട് അർജുനന്റെ ഭാര്യ കൃഷ്ണപ്രിയ. തന്റെ ജീവന്റെ പാതിക്ക് ഒരിറ്റ് ജീവശ്വാസം കിട്ടാൻ അവർ പ്രാർത്ഥനയിലാണ്. മനസ്സിൽ ആശങ്ക നിറച്ചുകൊണ്ട് കൃഷ്ണപ്രിയ സർക്കാരിന് മുന്നിൽ വെച്ച അഭ്യർത്ഥന ഒരു നാട് തന്നെ ഏറ്റെടുക്കുമ്പോൾ അതിന് പ്രതീക്ഷയും ഏറെയാണ്. പുറത്ത് കനത്ത് പെയ്യുന്ന മഴയും അവരുടെ ഉള്ളിൽ പിടയുന്ന തേങ്ങലും കൂടിയാകുമ്പോൾ വീട് ശോകമൂകമാണ്. എന്നാലും അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ അവരുടെ വാക്കിൽ പ്രകടമാണ്. എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. GPS ലൊക്കേഷൻ അവിടെയാണ്, സംഭവം നടന്ന സ്ഥലത്താണ് ലാസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ വണ്ടി എന്ന് പറയുന്നത് അത്രയും സെക്യൂർ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ആൾ ഉറങ്ങായിരിക്കും ഞങ്ങൾ വിചാരിക്കുന്നു. രാത്രി ഉറക്കം കഴിഞ്ഞ് വരുന്ന ഒരാളാണ്. അപ്പോൾ ഉറങ്ങായിരുന്നു വിചാരിച്ച് വണ്ടി ഫുള്ള് സെക്യൂർ ആയിട്ടായിരിക്കും ഉറങ്ങുക. അപ്പോൾ അങ്ങനെ ഒരാൾ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ സേഫ് ആയിട്ട് ഉണ്ടാവും, ഞങ്ങളത് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 15-നായിരുന്നു കൃഷ്ണപ്രിയ അർജുനുമായി അവസാനമായി ഫോണിൽ സംസാരിച്ചത്. പിന്നീട് ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. കൃഷ്ണപ്രിയയുടെ അതേ ആശങ്കയിൽ തന്നെയാണ് അർജുന്റെ മാതാപിതാക്കളും സഹോദരിയും. അർജുന്റെ സഹോദരി ഭർത്താവും കൃഷ്ണപ്രിയയുടെ സഹോദരനും ലോറിയുടമയും നിലവിൽ കർണാടകയിൽ തന്നെയുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.